അവിടെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ മാവിൻ്റെ മേലെ നമുക്ക് ഓടിച്ചു നോക്കാം. പിന്നെ ഇത് ചുമരുമ വെക്കുന്നതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല. സ്പൈഡറിനെ എടുത്തിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചുമരിൻ്റെ മേലെയൊക്കെ അങ്ങനെ അള്ളി പിടിച്ച് കയറുന്ന ഒരു കാറിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എട്ടുകാലിയിലൊക്കെ പോലെ, എട്ടുകാലിയൊക്കെ നമ്മുടെ ചുമരിൻ്റെ മേലെ അങ്ങനെ നടക്കാറുണ്ടല്ലോ, അതേപോലെ നടക്കുന്ന ഒരു കാറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാറും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗായ്സ്. അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കുകയാണ്. സോ ഇത്ര നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 4 മണി 5 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. ഓക്കെ, ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇപ്പോൾ ഇത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഗായ്സ്. അപ്പോൾ നിങ്ങൾ മുമ്പായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ നമ്മുടെ RC കാറാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇത് ഈ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതെ നമ്മൾ നിലത്ത് ഓടുന്ന കാറാണ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, ബാറ്ററി ഇല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് ഓടിക്കാൻ പറ്റാത്തത്. സോ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ നമ്മളെ ഇനി ചെയ്യാൻ പോണ കാർ എന്ന് പറയുന്നത് കണ്ടാ നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറിപ്പോണായിട്ടാണ്. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇരിക്കുന്നുണ്ട്. സോ ജസ്റ്റ് അൺബോക്സ് ചെയ്യണം. പിന്നെ നമ്മൾ നമ്മുടെ സ്പൈഡറിനെ എടുത്തിട്ടുണ്ട്. ഈ സ്പൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വാളിൻ്റെ മേലെ കൂടെ കയറി പോണതല്ല, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ കൂടെ നടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അമ്മയ്ക്ക് ഒരു പ്രാങ്ക് കൊടുത്തിട്ടായിരുന്നു. സോ അത് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ വയ്യാൽ മതി, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഇവിടെ നിന്നും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ട്. ഈയിടെ മോനെ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കയറിപ്പോകുന്ന കാർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. റെഡ് കളറാണ്. ഇവിടെ ക്ലൈം ഫോഴ്സ് അതേപോലെ തന്നെ മാക്സ് റേസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പെട്ടി എന്ന് പറയുന്നത്. പിന്നെ 360 ഡിഗ്രി റൊട്ടേഷനൊക്കെ ചെയ്തിട്ട് ഐറ്റം കൊള്ളാം. സോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ വാങ്ങണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കുക. സോ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഓരോരുത്തരും കമൻറ്റ് അടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ ഓരോ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്ന് വാങ്ങുന്നത്. സോ നെക്സ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങുന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് അടിക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നോക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈടാ മോനെ നോക്ക്, ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഈ കാറ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ, ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട്. യൂസർ മാനുവൽ അത്യാവശ്യം ഒരു വലിയൊരു യൂസർ മാനുവലാണ്. ഇത് ഇത്രയുണ്ട് സൈസ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചൈനീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈന കമ്പനിയാണ്, അത് വിഷ്വലൈസ് അല്ല. പിന്നെ ഇതിലത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനിയാണ് കാണാൻ പോണ പൂരം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. ഏടാ മോനെ നോക്കിയേ ആ ലുക്കും കാര്യങ്ങളും. പിന്നെ എൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് റീചാർജബിൾ ആണ്. ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളും കൊടുക്കാം. ഇവിടെ ജസ്റ്റ് അത് ഓണാക്കാനുള്ളതുണ്ട്. സൗണ്ട് ഉണ്ടോ നിങ്ങൾ? ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്വം ക്ലീനറില്ലേ, നമ്മുടെ വാക്വം ക്ലീനറിൽ ഇങ്ങനെ നമ്മൾ ഈ പൊടിയൊക്കെ വലിച്ച് വെക്കുന്ന സെറ്റപ്പാണല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ എയർ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇത് വാളാണെങ്കിൽ വാളും ഇങ്ങനെ ഒട്ടിയിരിക്കും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടയറോ കാര്യങ്ങളൊക്കെ കറങ്ങുന്നതല്ല. ഇവിടെ രണ്ട് ചെറിയ ഇവിടെയും 2 ടയർ കൊടുത്തിട്ടുണ്ട്. ഈ 2 കറങ്ങാൻ ടയറുകളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ചാർജൊക്കെ ആക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞേക്കുന്നത് കണ്ട ഇതേപോലത്തെ ഒരു പോയിൻറ്റഡ് ആണ്. മറ്റേ നമ്മുടെ C ടൈപ്പോ അങ്ങനത്തെ ഇതല്ല. കണ്ട ഇങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സാധാ ചാർജറിൻ്റെ മേലെ ജസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ എനിക്കിത് ഭയങ്കര അട്രാക്റ്റീവായി തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. റിമോട്ട് കൺട്രോൾ ഉണ്ട് വട്ടത്തിൽ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ മറ്റേ പോക്കിമാൻ്റെ ഒരു സംഭവിക്കുന്നുണ്ട്. പോക്കിമാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, പണ്ടത്തെ ഒരു കാർട്ടൂണാണ്. സോ അതിൻ്റെ ഒരു ബോൾ വലിക്കുന്നുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ഫ്രണ്ടിക്ക്, ബാക്കോട്ട്, ലെഫ്റ്റ്, റൈറ്റ്. പിന്നെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണോ അറിയില്ല. ഇവിടെ പവർ ഓൺ ഓഫ് ആക്കാനും. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ദൂരി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ചാർജ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, കേബിൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററികൾ വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരു 6 ബാറ്ററി എന്തോ സംതിങ് ഇട്ട് കൊടുക്കണം ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ കൂടെ വരെ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. സോ നമ്മുടെ കത്തി എടുത്തിട്ട് തന്നെ നമുക്ക് ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. വലിയ ടാസ്കുള്ള പരിപാടിയൊന്നുമല്ല ഗായ്സ്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉള്ള സ്ലോട്ടുകൾ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ 6 ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ പരിപാടികൾ തുടങ്ങാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് തന്നെ നമ്മുടെ കാറൊന്ന് ചാർജ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കാർ അത്യാവശ്യം ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി.
ഗൈസ് അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്താൻ കാണാൻ പറ്റും. സോ ഗ്രീൻ ലൈറ്റ് കത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ആവുന്നതാണ് അർത്ഥം. അപ്പോൾ കുറച്ച് നേരം ചാർജ് ആവട്ടെ ഇരുന്നിട്ട്. ഗൈസ് അപ്പോൾ നമ്മുടെ ഐറ്റം ചാർജ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് അകത്ത് പോവാം. സോ അവിടെ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഹോളിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനെ ചുമരുകളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓടിക്കാം. ഇത് എന്തായാലും ഈ ഐറ്റം ഇങ്ങനെ കയറി പോകുന്നില്ല. ലൈക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വളയ്ക്കാനൊന്നും പറ്റില്ല. സോ ജസ്റ്റ് ഇങ്ങനെ പോണ ഒരു ഐറ്റമാണ് കാണിച്ചു തരാം നമുക്ക്. പിന്നെ ഇത് ചുമരുമ വെക്കുന്നതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. എൻ്റെ അടിയിൽ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടൈപ്പ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ചുമരിൻ്റെ മേലെ കോറലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും കാണിച്ചു തരാം. ഗായ്സ് അപ്പോൾ നമ്മുടെ ഇത് ഓണാക്കാൻ പോവാണ്. അപ്പോൾ സൗണ്ട് കേൾക്കണ്ട നിങ്ങൾ. സോ ഇതോടെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇതിപ്പോൾ വേണ്ട പോണണ്ട, ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്. ഗായ്സ് അപ്പോൾ ഇതിൽ ഈ ഇതാണെങ്കിൽ ഇതിങ്ങനെ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഗായ്സ് അപ്പോൾ ഇത് വേണ്ട ഗായ്സ് ഗായ്സ് അപ്പോൾ ഇത് വർക്കാണ് കേട്ടോ. ഇത് നമ്മുടെ വാക്വം ക്ലീനർ ഇല്ലേ, അതുപോലെയാണ് ഇത് സംഭവം വർക്കാവുക. അവിടെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഐറ്റം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടയറും കാര്യങ്ങളും അറിയില്ല. എൻ്റെ ഉള്ളിലത്തെ ഒരു ടയറുണ്ട്, അത് മാത്രമാണ് കറങ്ങാം കണ്ടാ. ചുമരിൻ്റെ മേലെ ഓടണ കാറ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് അടിക്കുക ഗായ്സ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഇതിൻ്റെ മേലെ ഈ സീലിങ്സിൻ്റെ മേലെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇട്ടിട്ട് കുറച്ച് നേരം ഓടിക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കിടന്നിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. നൈസ്. വെറുതെ ടൈം പാസിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാട്ടോ. അതൊക്കെ ഇടില്ല സാധനം. ഗായ്സ് ഇത് കണ്ട 360 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ ലെഫ്റ്റ് ആണെങ്കിൽ നീല കളറും റൈറ്റ് ആണെങ്കിൽ ചുവപ്പ് കളറും അവിടെ കത്താൻ കാണാൻ പറ്റും. അടിപൊളി ഗായ്സ്. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ വാളിൻ്റെ മേലെ മാത്രമല്ല നമ്മുടെ നിലത്ത് ഓടിക്കാനും പറ്റും. അതിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഇത് മിഡിലാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നിലത്തോടാനുള്ള ഒരു സംഭവമാണ്. ഇനി ഇവിടെ വെച്ചിട്ട് കാണാം നിലത്തോടിക്കാൻ പറ്റും. നിലത്തിട്ടൊക്കെ ഓടിക്കാൻ പറ്റും ഗായ്സ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ മേലെ ഓടിച്ചു നോക്കി. ഇനി നമ്മുടെ മാവിൻ്റെ മേലെ നമുക്ക് ഓടിച്ചു നോക്കാം. മരത്തിൻ്റെ മേലെ കയറി പോകുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മാവിൻ്റെ മേലെ വെച്ച് നോക്കാൻ പോവാണ്. ഇരിക്കില്ല മിക്കതും, കാരണം ഇതിനെ നിറച്ച് കുഴികളും കാര്യങ്ങളൊക്കെയാണ്. നല്ല പ്ലെയിൻ ആയ സർഫേസിൽ മാത്രമാണ് ഇങ്ങനത്തെ വണ്ടിയോട് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നു. ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ജസ്റ്റ് ഓണാക്കാം. ഗായ്സ് ഇരിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ബൈ.